അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ഖാലിദ് മാസ്റ്റർ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തിരക്കുകൾക്കിടയിൽ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുവാൻ പാണക്കാട് ചെന്നപ്പോൾ ഒട്ടനവധി പരിപാടികളാണ് ഇന്നത്തെ ദിവസമുള്ളത്. ഞായറാഴ്ചയായിട്ടും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് രാവിലെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പ്രോഗ്രാം കഴിഞ്ഞ് നിലമ്പൂരിലും വണ്ടൂരിലുമൊക്കെ പങ്കെടുക്കുവാൻ ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരുദ്ഘാടനം ചെയ്യണം എന്നുള്ളത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് സൗകര്യപ്പെടുമെങ്കിൽ അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോൾ എന്തായാലും തിരക്കുണ്ടെങ്കിലും ഞാൻ വരും എന്നോട് പറയുകയും അദ്ദേഹം വരികയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ഊർജമാണ്, പ്രചോദനമാണ് എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ശ്രീ ഷാഫി പറമ്പിൽ 10 മിനിറ്റിനകം തിരുവാലിയിലെത്തി എന്ന് വിളിച്ചിരുന്നു. 10 മിനിറ്റ് അങ്ങോട്ട് എത്തിച്ചേരും. അതിനിടയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രം. ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സാഹിബിൻ്റെ സാന്നിധ്യവും, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ കൺവെൻഷനുണ്ട്, വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളൊരു വലിയ പോരാട്ടത്തിലാണ്. 10 വർഷക്കാലത്തെ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇതുപോലെ ഒരു ഭരണകൂടം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാകും എന്ന തിരിച്ചറിവ് നമുക്ക് മാത്രമല്ല CPM നേതാക്കൾക്കുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമാണിത്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് RSSനേക്കാൾ കൂടുതൽ കേഡറായ പാർട്ടി എന്നാണ് പറയുന്നത്. ആ പാർട്ടിയുടെ ഇന്നത്തെ സാഹചര്യം എന്ത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ഗവൺമെന്റിന് എത്ര എതിരാണ് എന്നുള്ളത്. കേരളത്തിൽ ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥികളായും പിന്തുണയോടും കൂടി മത്സരിക്കുന്ന നേതാക്കളുടെ എണ്ണം ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ലത്തീഫ് പറഞ്ഞു. അമ്പലപ്പുഴയായാലും തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും മലമ്പുഴയായാലും ഒറ്റപ്പാലമായാലും അങ്ങനെ ഒട്ടനവധി നേതാക്കൾ ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്തവർ, അതിനുവേണ്ടി ത്യാഗം സഹിച്ചവർ, രക്തസാക്ഷികളായ കുടുംബത്തിലുള്ളവർ പോലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറയുന്ന കാലഘട്ടമാണ്. ഇല പൊഴിയും കാലം എന്ന് പറയാറുണ്ട്. അതിന് സമാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്നത്. അത്രമാത്രം നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് പോലും ഈ ഭരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ UDFനെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പറഞ്ഞു പല സീറ്റുകളും കിട്ടില്ല, പല കോർപ്പറേഷനും കിട്ടില്ല, UDFന് ഏറി വന്നാൽ ഒരു കോർപ്പറേഷൻ കിട്ടിയാലായി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് 4 കോർപ്പറേഷൻ നമ്മൾ വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ മഹാഭൂരിപക്ഷം വിജയിച്ചു. പഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷം വിജയിച്ചു. ആ വിജയത്തിനൊക്കെ ഏറ്റവും പ്രധാനമായുള്ളത് UDFനോടൊപ്പം CPMകാരും നമുക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടിവരയിട്ട് പറയുന്നു, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്
UDFിനെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന LDFകാരും UDFിന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് ബോധ്യമാകും. നമ്മൾ ഉദ്ദേശിക്കാത്ത സീറ്റുകൾ നമുക്ക് വിജയിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടാകും. CPMന്റെ കോട്ടകൾ എന്ന് പറയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ശക്തമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഒറ്റ കാരണം മറ്റൊന്നുമല്ല, ദേശീയ തലത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് പിണറായി വിജയനെ പോലെ ആഗ്രഹിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPക്ക് ഇവിടെ എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ്. അവരെല്ലാം മത്സരിക്കുന്ന പോലെ മത്സരിക്കുന്നു. പക്ഷെ അവർ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാതിരുന്നാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായ പോരാട്ടം പാർലമെന്റിലും പുറത്തും നടത്തുന്ന രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP കാണുന്നത്. CPMന് വിജയിക്കാൻ കഴിയുന്നിടത്ത് BJP പിന്തുണ നൽകിക്കൊണ്ട് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ആ രീതിയിൽ ഇന്ന് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുപോലെ കോൺഗ്രസിനെയും UDFിനെയും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണും. പക്ഷേ നമുക്കുറപ്പാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷ വോട്ടുകൾ പോലും നമുക്ക് അനുകൂലമാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏത് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാൻ കേരളത്തിലെ UDFന് കഴിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം, വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ UDFിൻ്റെ പൊന്നാപുരം കോട്ടയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ആ ഒരു വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കേരളത്തിലെ UDFിൻ്റെ മുന്നേറ്റത്തിൽ മുൻപന്തിയിൽ വണ്ടൂരുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും, നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നാഗ്രഹിച്ചതാണ്. കാരണം പക്ഷേ ഇന്ന് സമയ പരിമിതി കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വണ്ടൂരിൽ വന്ന കാലം മുതൽ വണ്ടൂരുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാനിന്ന് പൊതുപ്രവർത്തന രംഗത്ത് MLA ആയി, മന്ത്രിയായി, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയും, അത് ഈ വണ്ടൂർക്കാർ എനിക്ക് നൽകിയ സ്നേഹം കൊണ്ടാണ്, പിന്തുണ കൊണ്ടാണ്, നിങ്ങളുടെ വാത്സല്യമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കാണ്. യാതൊരു തർക്കവുമില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഷാഫി പറമ്പിലിനെ യോഗത്തിന് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ വണ്ടൂരിൽ വരണോ? ഞാൻ പറഞ്ഞു, വണ്ടൂരിൽ വരണോ വേണ്ടേ എന്നുള്ളത് ഷാഫി തീരുമാനിക്കും. എൻ്റെ ആഗ്രഹം ഷാഫി വരണം എന്നുള്ളതാണ്, ഈ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റൊന്നും പറയാതെ ഒരുപാട് പ്രോഗ്രാം ഇന്ന് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ ഷാഫിയോട് പ്രത്യേകം നന്ദി പറയുവാനും ഈ സന്ദർഭം വിനിയോഗിക്കാം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇത്തിരി ചെറിയൊരു റോഡ് ഷോ കൂടി സംഘാടകരെ നമ്മൾ UDF കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനവും കാര്യങ്ങളിലൊക്കെ എനിക്ക് സമ്പൂർണമായ ഒരു സംതൃപ്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ കിട്ടിയ അവസരങ്ങളിലൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. 10 വർഷക്കാലമായി പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ആ 10 വർഷക്കാലവും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഇപ്പോൾ വലിയ പ്രചരണങ്ങൾ നടക്കുകയാണ്. ഞാൻ ഇവിടെ നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ആരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യം. വാണിയമ്പലത്ത് ഞാനും നിങ്ങളൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളായിരിക്കും ഞാൻ. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ വണ്ടൂരിൽ വാണിയമ്പലം വണ്ടൂർ കാളിയാവ് റോഡിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ പ്രയാസം പൂർണ്ണമായിട്ട് എനിക്കറിയാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രയാസം തോന്നാറുണ്ട്. വിമർശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എന്നെ വിമർശിച്ചുകൊണ്ട് ഞാൻ ആരോടും ഒരു വിരോധം കാണിക്കാറില്ല. കാരണം എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ, അതാര് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അത് തുറന്ന മനസ്സോട് ഉൾക്കൊള്ളാൻ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ ബോധപൂർവം ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായ രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നടന്നത് എന്ന് അറിയാൻ പോലും സന്മനസ് കാണിക്കാതെ നിരന്തരം ആക്ഷേപങ്ങൾ നടത്തുമ്പോൾ അപ്പം അത്തരം കാര്യങ്ങൾ ചിലത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ചുരുക്കി പറയുകയാണ്, ഷാഫി ഇരുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ വാണിയമ്പലം ലെവൽ ക്രോസ് കഴിഞ്ഞ 10-12 വർഷമായി രാജറാണി വന്നു. അതിനുശേഷം കുറേ ട്രെയിനുകൾ വന്നു. 8, 10, 12 തവണ ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങി. ആളുകൾ എന്നെ വിളിച്ചു. ആളുകൾ പല രീതിയിലും പത്രപ്രസ്താവനകൾ, പല രീതിയിലും അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ പ്രചരണങ്ങൾ നടന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വേണം എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം ഓരോ റെയിൽവേ ഓവർ ബ്രിഡ്ജും വന്ന് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബോധ്യമാകും. വർഷങ്ങളുടെ നീണ്ടു നിന്ന ആവശ്യങ്ങളും ജനങ്ങളുടെ പോരാട്ടം കൊണ്ടൊക്കെയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരാറുള്ളത്. ബഹുമാന്യനായ ഷാഫി പറമ്പിൽ MP പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ്, അല്പം പോയി കഴിഞ്ഞാൽ ഷൊർണൂർ പട്ടാമ്പി റോട്ടിൽ വല്ലപ്പുഴ, വാടാനംകുറിശി, വല്ലപ്പുഴ കഴിഞ്ഞ് വാടാനംകുറിശി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ്. തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കോഴിക്കോട്ടേക്കും പെരിന്തൽമണ്ണയിൽ നിന്ന് ഊട്ടിയിലേക്കും പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേയിൽ വാടാനംകുറിശിയിലൂടെയാണ് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറും അതുപോലെ ഷൊർണൂർ രാജറാണിയും കടന്നു പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം റെയിൽവേ പരിശോധിക്കുക, എത്രമാത്രം വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്, അവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സാധ്യതയുണ്ടോ എന്നാണ്. ആ സ്റ്റേറ്റ് ഹൈവേയിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിലെത്തിയിട്ടുള്ളൂ. ഈ 2026 ആകുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ഈ ആവശ്യം വന്ന ഉടനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് നീക്കി. ഭാഗ്യത്തിന് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പാർലമെന്റിലും അദ്ദേഹം വ്യക്തിപരമായി റെയിൽവേ വകുപ്പ് മന്ത്രിയോടും കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽവേ ബജറ്റിൽ 2021-22 20,90,00,000 രൂപ ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടി കേന്ദ്ര റെയിൽവേ വകുപ്പ് മാറ്റിവെച്ചു. 2021-22 2022 ഇത് വന്ന ഉടനെ ഞാൻ സംസ്ഥാന ഗവൺമെന്റിൽ ഞാൻ എഴുത്തു കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏജൻസിയെ ഏൽപ്പിക്കണം. PWD വകുപ്പാണ് ഏജൻസിയെ ഏൽപ്പിക്കേണ്ടത്. ഞാൻ കത്ത് കൊടുത്തു. ആ കത്ത് എൻ്റെ കൈവശമുണ്ട്. 2022 ഞാൻ കത്ത് കൊടുത്തു. 2023 ഞാൻ ഫെബ്രുവരി 2-ാം തീയതി ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നമുക്ക് ഞങ്ങളുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെവൽ ക്രോസിൻ്റെ പ്രയാസങ്ങളൊക്കെ സൂചിപ്പിച്ചു. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു, എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള
ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് 2023 ഫെബ്രുവരി മാസം 2-ാം തീയതി എനിക്ക് മറുപടി തന്നു. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പിന്നെ പൊതുമരാമത്ത് വകുപ്പാണ്. നമ്മൾ ഇവിടെ മറ്റ് കാര്യങ്ങൾ നടത്തി, മണ്ണ് പരിശോധന നടത്തി, ഗതാഗതം ട്രാഫിക്കിൻ്റെ പരിശോധന നടത്തി, അനുബന്ധമായ അലൈൻമെൻ്റ് ഉണ്ടാക്കാൻ പലവട്ടം യോഗങ്ങൾ വിളിച്ചു. ഞാൻ 3 തവണ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഇവിടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. 3 അലൈൻമെൻറ്റ് തന്നു. ഒന്ന് വാണിയമ്പലം റോട്ടിലൂടെ തന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ്, രണ്ടാമതൊന്ന് വലത് ഭാഗത്ത് കൂടെ ഒരു അലൈൻമെൻറ്റ്, മറ്റൊന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുള്ള ആ ഭാഗത്തൂടെ ഒരു അലൈൻമെൻറ്റ് തന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഉൾപ്പെടെയുള്ള ഒരു യോഗത്തിൽ പങ്കെടുത്ത് തീരുമാനിച്ചു നമ്മൾക്ക് അലൈൻമെൻറ്റ് റെയിൽവേയുടെ ഭാഗത്തുകൂടെ എടുക്കാം. അങ്ങനെ തീരുമാനമെടുത്ത് ആ അലൈൻമെൻറ്റ് അംഗീകരിച്ച് അതുമായി മുന്നോട്ട് പോയി. ഇവിടെ എനിക്ക് എന്നെ വിമർശിക്കുന്നത് ഞാൻ ഏറ്റവും ചുരുക്കി പറയുകയാണ്. CPMൻ്റെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയമായി ഉയർത്തിയ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 2021-22 കേന്ദ്ര റെയിൽവേ വകുപ്പ് പാസാക്കിയ ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് നടപ്പാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഞാനിതുവരെ ഇത് പറഞ്ഞിട്ടില്ല. ഞാനത് രാഷ്ട്രീയമാക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. 2022 കഴിഞ്ഞ്, 2023 കഴിഞ്ഞു, 2024 കഴിഞ്ഞു. ഒരു രീതിയിലും സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി പോലും ഇന്ന് PWD വകുപ്പ് ചെയ്തില്ല. എനിക്ക് ബോധ്യമായി ഈ ഗവൺമെൻറ് ഒരു ചില്ലിക്കാശ് ഈ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്നെനിക്ക് ബോധ്യമായി. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനത് നമ്മുടെ MP-യോട് സൂചിപ്പിച്ചു. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാകില്ല. അതുകൊണ്ട് ഇത് റെയിൽവേ തന്നെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ റെയിൽവേ നടപ്പാക്കണമെന്ന് ഞാൻ MP-യോട് പറഞ്ഞു. MP കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KRDCL റെയിൽവേയുടെ തന്നെ ഏജൻസി ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 3 വർഷക്കാലം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ CPM ഗവൺമെൻറ് ഗുരുതരമായ വീഴ്ച വരുത്തി. 1 സെന്റ് പോലും ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന് ഏറ്റെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്ത CPM ആണ് ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന വിമർശനം പറയുന്നത്. യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പണി നമുക്ക് തുടങ്ങാമായിരുന്നു. പക്ഷേ CPM 3 വർഷക്കാലം ഒന്നും ചെയ്തില്ല. പിന്നീട് നമുക്ക് വീണ്ടും റെയിൽവേയുടെ ഒരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടി വന്നു. ആ ഏജൻസി വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ നീക്കി. ഇപ്പോൾ അത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണം, ഉടൻ അതുമായി മുന്നോട്ട് പോകണമെന്നുള്ള കത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു 2 കാര്യം. ഒന്ന്, റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന് പറയുന്നത് റെയിൽവേ തന്നെ ഇന്ന് പൂർണ്ണമായി പണം മുടക്കിക്കൊണ്ട് സ്ഥലവും കെട്ടിടവും ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കാമെന്ന് ഏറ്റിരിക്കുന്നു. അതിൻ്റെ നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത് നടപ്പാക്കും. ഇല്ലെങ്കിൽ UDFൻ്റെ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ റെയിൽവേ ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് അതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, UDF ഗവൺമെൻറ് ആദ്യ പരിഗണന കൊടുക്കുക നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടിയുള്ള സ്ഥലവും കെട്ടിടവും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയട്ടെ CPM നേതാക്കളോട്, ഏതെങ്കിലും ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് കേന്ദ്ര ഗവൺമെൻറ് പണം അനുവദിച്ച് പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് അതിനുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾ വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ കാര്യത്തിൽ പോലെ കേരളത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ CPM പറഞ്ഞത് ഞാൻ കേൾക്കും. അത്രമാത്രം നമ്മൾ ഇതിൻ്റെ പുറകിൽ കാര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളല്ല കേന്ദ്രം ഭരിക്കുന്നത്, എന്നിട്ടും നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയും. നമ്മളല്ല കേരളം ഭരിക്കുന്നത്. ആ പ്രയാസങ്ങൾക്കൊക്കെ ഇടയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPMനെ മറ്റൊന്നും
പറയാനില്ലാതെ ഈ റെയിൽവേ ഓവർ പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് CPM വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി എത്ര വലുതായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ CPM-ന് ബോധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വണ്ടൂരിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളെ അറിയാം. വണ്ടൂരിലെ ജനങ്ങളോട് ഒരിക്കലും തെറ്റായ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യാത്തതിൻ്റെ പേരിൽ വിമർശനമുണ്ടാകാം. പക്ഷെ ഞാൻ ചെയ്യാം എന്ന് വാക്ക് കൊടുത്ത് അതിൽ നിന്ന് പുറകോട്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് എത്രയും പെട്ടെന്ന് റെയിൽവേ ഓവർ ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അത് നമ്മൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നെനിക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ, MLA-ക്കെതിരെ വിമർശനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നിങ്ങളാണ് പോരാളികളായി നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്നത് എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാം, യാതൊരു സംശയം വേണ്ട. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു, നമ്മളത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഷാഫി ഇരുത്തിക്കൊണ്ട് ഇത്ര പറയേണ്ടി വന്നത് ഈ ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെനിക്ക് നൽകിയ സഹകരണവും പിന്തുണയും, ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ, പാർട്ടിയിലുള്ളവരോടൊക്കെ ഞാനപ്പോൾ പലപ്പോഴും കുറച്ച് കയർത്ത് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലുമൊക്കെ ഇന്നെനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നെനിക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം അത്രത്തോളം ഞാൻ ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഭാഗമായി മാറിക്കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്കുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവണം. എൻ്റെ വിജയം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, തങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ, UDF-ന്റെ തിരിച്ചുവരവ്. ആ ഒരു തിരിച്ചുവരവിൻ്റെ മുൻപന്തിയിൽ വണ്ടൂർ നിയോജകമണ്ഡലം അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.